and gentlemen, welcome to your favorite tech news, Chai with Tech with one and only call me Shazam. Yes, നമ്മൾ വന്നിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വളരെ കുറച്ച് ന്യൂസേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാം ഗൈസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്, പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആദ്യം തന്നെ ശുഭദിനം. പിന്നെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടാടാ. ഈ ലൈക്ക്, കമൻറ്റ്, അതുപോലെ സബ്സ്ക്രൈബ് അത് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും ലൈക്ക് അടിക്കുക, നല്ല രീതിയിലൊന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. ആൻഡ് ഞാൻ പറയും, ഇനി ഞാനൊരു സ്ട്രക്ചർ ഇല്ലാത്തരുത്തനാണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. അതായത് എല്ലാവരും ലൈക്ക് അടിയടേ എന്ന്. ഒരു ലൈവ് വന്നാൽ പോലും ഒന്ന് ലൈക്ക് അടിക്കാൻ പോലും ഞാൻ പറയൂല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്താലേ ഈ പറയുന്ന അൽഗോരിതത്തിലൊക്കെ കയറി പോകത്തുള്ളടേ. ആര് പറയാം, ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചറില്ല എനിക്ക്. അപ്പം ഇനി തൊട്ട് നമ്മുടെ ഈ പരിപാടി കാണുന്നവർ ഞാൻ പറയാതെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ, നല്ല രീതിയിൽ അടിച്ച് പൊളിക്കി. അപ്പോൾ എനിക്ക് അതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ സാധനം ഡീമൺ സ്ലെയർ അനിമേ ന്യൂസാണ്. ഡീമൺ സ്ലെയർ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഇനി തൊട്ട് സീരീസ് വരില്ലടെ, അനിമേ സീരീസ് വരില്ല. അതിന് വരെ 3 സിനിമയായിട്ട് വരുന്നതായിരിക്കും. അതങ്ങനെ 3 സിനിമ ആകുമോ എന്തോ. എന്തിനാണെങ്കിലും അങ്ങനെ വരുന്നു. പിന്നെ നമ്മുടെ അജിത്തിൻ്റെ പുതിയ പടത്തിൻ്റെ ഒരു പ്യാസ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്, ഗംഭീരം. പിന്നെ നമ്മുടെ ഇന്ത്യ T20 വേൾഡ് കപ്പ് ഓക്കെ അമ്മരിതായിട്ട് എത്തിയില്ലടേ അമേരിക്കയിൽ നിന്ന്. ഇതിനായിട്ട് അതിനുള്ള അത് വരുന്ന സമയത്ത് അവരെ മറ്റേ ഇതൊക്കെ ചെയ്യുമല്ലോ, സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യുമല്ലോ. പ്രധാനമന്ത്രിയൊക്കെ വന്നിരുന്ന അവരെ അഭിസംബോധനം ഒക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത് ഇതിനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും വെൽ ഡൺ ടീം ഇന്ത്യ. ചായ് ചിയേഴ്സ് ടു ഈച്ച് ആൻഡ് എവരി. നമ്മളന്ന് ടെൻഷൻ അടിപ്പിച്ചേട്ടാ അന്ന് കളി. ബുംറയും പിന്നെ മറ്റേ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച്, മാൻ, ഹൈലൈറ്റ് ഓഫ് ദാറ്റ് മാച്ച് ആയിരുന്നത്. എന്താണെങ്കിലും ഞാൻ ചെറിയൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ലൈക്ക് ടെക്ക്, സിനിമ, എൻ്റെ ലൈഫ്, നൊസ്റ്റാൾജിയ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. എൻ്റെ ലൈഫിൽ കടന്നുപോയ കാര്യങ്ങളും നമുക്കറിയാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ചെറിയൊരു ചിറ്റ്ചാറ്റ് പരിപാടിയാണ്. ഒന്ന് വേണം കേട്ടോ, ഞാൻ ലിങ്ക് പോലും താഴെയിട്ട് വയ്ക്കാം. എന്തായാലും സമയമൊന്നും കളയാതെ നമുക്ക് ആദ്യമേ ന്യൂസിലോട്ട് കടക്കാം. ലേഡീസ് ആൻഡ് ജനറൽമാൻ, ഒരു ഗംഭീര സാധനമുണ്ട് കേട്ടോ. നമ്മുടെ പിക്സലിൻ്റെ മറ്റേ ഫോണില്ലേടെ Pixel 9 അത് വരുത്താൻ അൽജീരിയ എവിടെയോ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അവസാനം കാണിച്ചിട്ട് അത് വരെ ഇരിക്കുക കേട്ടോ. ആദ്യമേ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചില്ലേ, വേണ്ട കേട്ടോ, അവിടെ ഇരുന്ന് വളി. അടുത്ത ന്യൂസ്, iPhone AAA ടൈറ്റിൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസാസിൻസ് ക്രീഡും അതുപോലെ റെസിഡൻറ്റ് ഈവിലിൻ്റെയും ഗെയിം ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഫ്രീ ഡൗൺലോഡ്, ഡെമോ പോലെ നമുക്കത് കളിക്കാം. പക്ഷേ ആരും പർച്ചേസ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ചെയ്യില്ല. മൊബൈൽ ഫോണിൽ AAA ടൈറ്റിൽസൊക്കെ അതൊരു എഫക്റ്റ് കിട്ടില്ല. നമ്മളതവിടെ ഈ തമ്പിയാണല്ലേ PS5 എക്സ്ബോക്സോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിമിങ്ങിലോ അല്ലെങ്കിൽ PC കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഒരു ഫോണിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആരും പൈസ കൊടുത്ത് അത് മേടിക്കാത്ത. എല്ലാവരും ഡെമോ കളിച്ചിട്ട് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. അപ്പോൾ സർവേ നടത്തിയായിരുന്നു. അപ്പോൾ സർവേ നടത്തിയപ്പോൾ ഞാൻ വളരെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യണത്. വലിയ ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്, AAA ടൈറ്റിൽസ് ഓൺ സെൽ ഫോൺ. അപ്പോൾ എന്തിനാണെങ്കിലും കൊള്ളാം. വാലറൻ്റ് ഒക്കെ വരെ ഇരിക്കുകയായിരുന്നു. ഞാൻ കേട്ടതായിരുന്നു പണ്ടൊന്നും വാലറൻ്റ് മൊബൈലിൽ വരണമെന്ന്. പിന്നെ ഉള്ളത് വേറൊരു റൂമറാണ് കേട്ടോ. അത് മറ്റേ മാർക്ക് ഗർമൻ എന്ന് പറഞ്ഞിട്ട് ബ്ലൂംബർഗിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രഡിക്ഷൻസും കറക്റ്റാണ്. അയാൾ പറഞ്ഞാണ് ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലേ, ഈ വർഷം ഫോളിൽ വരുന്നുണ്ട്. അതെല്ലാ ഐഫോണിലും അല്ല, 15 Pro Max ഇനി വരാൻ പോകുന്ന 16 ലൈനപ്പിലും വരുന്നതായിരിക്കും. ആ സാധനത്തിൽ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട് ഫീച്ചേഴ്സ് വരുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പം ഇപ്പം അവർ ഫ്രീ ആയിട്ട് തരുന്ന ഫീച്ചേഴ്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അത് ആപ്പിൾ ഇൻ്റലിജൻസ് പ്ലസ് ആക്കി കാശ് മേടിച്ച് സെറ്റ് ചെയ്യുമെന്നൊക്കെ ഒരു ചെറിയ ഒരു റൂമറാണ്. ആരും ചിരിക്കുന്നുണ്ട്. സാംസങ്ങിലും ഇത് തന്നെയാണ് അവസ്ഥ. ആദ്യം കുറച്ചൊക്കെ നിങ്ങൾ കൊള്ളാമല്ലേ, ഈ ഫീച്ചേഴ്സൊക്കെ കൊള്ളാമല്ലേ, ഈ നല്ല രസമുണ്ടല്ലേ ഈ ഫീച്ചേഴ്സ്. എന്നാലും എന്നിട്ട് മതി കേട്ടോ, ഫ്രീ ആയിട്ട് കാശ് തന്നോളി എന്ന് പറയുന്ന ഏർപ്പാട് സാംസങ്ങും അവരുടെ വെബ്സൈറ്റിൽ ഹിൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ അറിയാമല്ലോ അല്ലേ, iPhone 16 ഇപ്പോഴും 60 Hz റിഫ്രഷ് റേറ്റിലാണ് വരാൻ പോകുന്നത് 2024. ദ only company will have 60 Hz display will be Apple. അതുപോലെ ജൂലൈ 8 CMF by Nothing ഫോൺ വരികയാണ്. ആൻഡ് അതിൽ Dimensity 7300 ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. 7200 പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും. എന്തായാലും അണ്ടർ 20,000 ഈ ഫോൺ വരാൻ പോകണമെന്നാണ് കേട്ടത്. പിന്നെ AMOLED പാനൽ ഡിസ്പ്ലേ, പിന്നെ ബാക്ക് ക്യാമറ 50 മെഗാ പിക്സൽ സോണിയുടെ സെൻസർ എന്നാണ് പറയുന്നത്. മോളിലുള്ളത് എന്തൊരു സെൻസർ എന്നൊന്നും ഒരു പിടിയില്ല. മിക്കവാറും മറ്റേതായിരിക്കും, ഡെപ്ത് സെൻസർ ആയിരിക്കും.
ഏകദേശം ഡിസൈനും കോപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് സാധനം എന്ന് പറ്റും. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ബാക്ക് പാനൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ട് ബോക്സിൻ്റെ അകത്ത്. ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ബാക്ക് പാനൽ തുറന്ന് ബാറ്ററിയൊക്കെ പൊളന്നെടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാനുള്ള സെറ്റപ്പിലൊക്കെ അവർക്ക് തോന്നുന്നത്. അതായത് നിങ്ങളെ ക്യാമറ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ഇത് കിട്ടും, മോഡ്യൂൾ പോലെ നമുക്ക് മേടിച്ച് മാറ്റാമെന്നുള്ളത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിരിക്കും അവർ ഈ ഒരു സാധനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റ്. നല്ല കാര്യമാണ്. നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകണേക്കാട്ടിലും ആക്സസറി മേടിക്കുക, നമ്മൾ കുത്തി കളിക്കുക. അടിപൊളി, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ആപ്പിൾ വിഷൻ പ്രോ കുറച്ച് രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ചൈന, ജപ്പാൻ, സിംഗപ്പൂർ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ത്വാന വിലകളാണ്. അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ ഇട്ടേക്ക്. ഇതൊക്കെയാണ് എൻ്റെ വില വരുന്നത്, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ വരാൻ പോകണം. ഇന്ത്യ ഒന്നും ഇല്ല കേട്ടോ. അവിടെ അവർക്ക് തന്നെ അറിയാം ആരും വാങ്ങിക്കാൻ പോകണില്ല. 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്കൊക്കെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ മേടിക്കുക. ഹാർട്ട് ത്രോബായിട്ടുള്ള ആപ്പിൾ ഫാൻ ബോയ്സ് കണ്ണി വെച്ചിട്ട് കൊള്ളാം അളിയോ, ഹോ വാട്ടളിയോ, സൂപ്പർ അളിയാന്ന് പറയും. പിന്നെ നമ്മൾ പിന്നെ ചെയ്യുന്ന അറിയാലോ, വ്യൂസിന് വേണ്ടി മാത്രം. അപ്പോൾ ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓഫ് എല്ലാ ടെക് യൂട്യൂബേഴ്സിനും ഒരു ബ്ലെസ്സിങ് ആണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി. അവന്മാർ എന്ത് കിണ്ടിയിട്ടാലും വ്യൂസ് കയറും. വേറെ ഒരു കമ്പനിക്ക് ആ ഒരു സാധനമില്ല. അത് പറയണമല്ലോ, ഉള്ളത് പോലെ പറയണമല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലോ, സാംസങ്ങിൻ്റെ ജൂലൈ 10-ാം തീയതി ഇവൻ്റാണ്. ഇവിടെ ഇഷ്ടം പോലെ ഫോണുകൾ ഈ മാസം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ജൂലൈ 10-ാം തീയതി ഫോൾഡബിൾ മറ്റത് സാംസങ്ങിൻ്റെ ഫോൾഡ് 6, ഫ്ലിപ്പ് 6, വാച്ച് 7, പിന്നെ വാച്ച് 7 അൾട്ര, മോതിരം, സാംസങ്ങിൻ്റെ മോതിരമൊക്കെ ഇറങ്ങണമെന്നാണ് കേട്ടത്. പിന്നെ ഈ സാംസങ്ങിൻ്റെ മോതിരത്തിൽ കൂർക്കം വലിക്കുകയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നു. സെറ്റ് സാധനം. അതുകൊണ്ട് മേടിക്കണമല്ലോ. പിന്നെ കൂർക്കം വലി ഡിറ്റക്ഷൻ, കൂർക്കം വലിക്കും ഡേ എന്തൊരു ഡേ ഷോക്ക് അടിപ്പിക്കുമായിരിക്കും. ഞാൻ കൂർക്കം വലിച്ചല്ലേ എന്തിനാണെങ്കിലും അത് വരുന്നു. 10-ാം തീയതി എല്ലാവരും കണ്ണിൽ വെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചോളി. ആരും കാണുകയൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഇവൻ്റ് ഒന്നും ഒരു വൃത്തമനും കാണില്ല. ആപ്പിൾ ഇവൻ്റ് ആണെങ്കിൽ WWDC വരെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കുത്തിയിരുന്ന് കാണുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ സന്തോഷ വാർത്ത, ജിയോ എയർടെൽ മറ്റേ ടാരിഫുകളൊക്കെ കൂട്ടി ടാച്ച് കൈ തന്നിട്ടുണ്ട്. 2 GB പെർ ഡേ എടുക്കണമെന്നവർക്ക് അൺലിമിറ്റഡ് 5G വരുള്ളൂ എന്നൊക്കെ പറയണേ. ഇത് എയർടെൽ, ജിയോ, വോഡാഫോൺ 3 വന്നിട്ട്. ഈ BSNL ഇപ്പോഴെങ്കിലും 4G കിട്ടിയാടെ. അത് ഇപ്പോഴും മുഞ്ചിയിൽ തന്നെയാണ്. എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തിനാണെങ്കിലും അടിപൊളി. ജിയോ നല്ല രീതിയിൽ അമ്മമാർക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കഥ തന്നെ ഇവിടെ. കൊള്ളാമല്ലേ 5G? നല്ല രസമുണ്ടല്ലേ? എന്നാലേ കാശ് കൊടുക്കുക കേട്ടോ. ഇതൊക്കെയാണ് കാശ് എന്ന് പറയുന്ന പരിപാടിയാണ്. അതാണ് പൊതുവെ എല്ലാം നമ്മളടുത്ത് ഇങ്ങനെ ഒരുമാതിരി ആക്കും. ഈ കോർപ്പറേറ്റ്സ് ഉണ്ടല്ലേ, കൊള്ളാമല്ലേ, നല്ല സുഖമുണ്ടല്ലേ, എന്നാലേ തേച്ചോ, എന്നാ വെച്ചോ, കച്ചുകൊണ്ടിരുന്നോന്ന് പറയും. അതാണ്. അപ്പം ടാരിഫ് കൂട്ടി. അതുപോലെ ജൂലൈ 4-ാം തീയതി ഇന്ത്യ ഉള്ള ഗ്ലോബലിൽ മോട്ടോറോളയുടെ റൈസർ 50 ഇറങ്ങാൻ പോവുകയാണ്. തുറക്കണേ ഫോൺ. പിന്നെ വേറെ അതൊരു ഫോണും കൂടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഒരു മാസം തുരുതുര ഫോണാണ്. ജൂലൈ 9-ാം തീയതി റെഡ്മി 13 5G ഇറങ്ങാൻ പോകുന്നു. സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ചിപ്സെറ്റ് വെച്ചാണ് വരുന്നത്. 15,000 രൂപ വരെ താഴെ ആയിരിക്കും ആ ഫോൺ വരാൻ പോകുന്നത്. അതേപോലെ ഐക്യു നിയോ 9S Pro Plus അങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മാസം അവസാനം ജൂലൈ ലാസ്റ്റ് ഏകദേശം ഒരു 27-ാം തീയതിയോ ആ ഒരു ടൈമിൽ എവിടെയൊക്കെ ആയിട്ടാണ് ആ ഫോൺ റിലീസാവുമെന്ന് കേൾക്കുന്നുണ്ട്. ഇറ്റ് വിൽ ബി അണ്ടർ 45,000-ന് സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 3 എന്നാണ് കേൾക്കണത്. കണ്ടറിയാം. പിന്നെ ട്രൂ കോളറിൽ എന്തൊരു ഫ്രാഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും എന്തിനെങ്കിലൊക്കെ രീതിയിൽ ഫോണിൽ കൂടെ ഫ്രാഡുകൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും, ഇൻഷുർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശം 10,000 രൂപയാണെന്ന് എന്തൊക്കെയോ പറയണത്, എനിക്കൊന്നും മനസ്സിലായില്ല. HDFC എർഗോ ആയിട്ടൊക്കെ ഉള്ള ഒരു കൊളാബാണ് ഈ സാധനം. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് ഇതിലാണെന്നൊക്കെ നിങ്ങൾ കയറി നോക്കുക കേട്ടോ. ട്രൂ കോളർ ഉള്ളവർക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഞാൻ യൂസ് ചെയ്യാറില്ല. ആകെപ്പാടെ ഏത് തെണ്ടിയാണ് എന്നെ വിളിക്കണമെന്ന് മാത്രം സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രൂ കോളർ നോക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ ആ സാധനം യൂസ് ചെയ്യാറില്ല. സോ ഐ ഡോണ്ട് നോ. എന്തായാലും യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഗൈസ്. അതേപോലെ ഇന്ത്യയുള്ള ഗ്ലോബലിൽ റിയൽമി 13 സീരീസ് 13 Pro സീരീസ് ഇറങ്ങാൻ പോകണമെന്ന് ഉടനെ തന്നെ ഈ മാസം. എന്തൊരു റിയൽമി പടപടാന്ന് ഫോൺ ഇറങ്ങണമെന്ന് 13 Proൻ്റെത് ഈ മാസം മൊത്തം ഇന്ത്യയിൽ വരുമെന്ന് പറയണേക്കാടെ. എൻ്റെ ചെറിയൊരു മറ്റേ ടീസർ വന്നിട്ടുണ്ട്, എൻ്റെ കാണിക്കുന്ന ചെറുതായിട്ട് കാണിക്കണം. അതേപോലെ ജൂലൈ 18-ാം തീയതി ഓണർ 200 Pro ഇന്ത്യയിൽ റിലീസാണ്. എൻ്റെ പൊന്നു ഞാൻ പറയും ഫോണുകളുടെ റിലീസാണ്ടേ ചാകര കടപ്പുറത്തൊരു ആ സാധനമാണ്. എന്തിനാണെങ്കിലും അത് ഇറങ്ങുന്നുണ്ട്. ഓണർ 200 Pro ഏതോ പാരീസിലെ ഏതോ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ.
ഈ വലിയ വലിയ സിനിമാ നടന്മാരൊക്കെ പോയി ഹെഡ് ഷോട്ട് എടുക്കുന്ന സ്ഥലമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. ആ സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ടോണൊക്കെ വെച്ചിട്ടൊക്കെ അവരൊരു കൊളാബ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്നുമില്ല. ആ സ്റ്റുഡിയോ ഇല്ല, അതിനെ ഒന്ന് പൊക്കി അടിക്കണം. അതിൻ്റെ പേര് എവിടെയെങ്കിലും കാണും. ജസ്റ്റ് പേരിനുള്ള ഇത് വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ. വേറെ ഒന്നും പറയണ്ട കേട്ടാ. എന്തിനാണെങ്കിലും സാധനം പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുക പൊളപ്പനാണെന്നൊക്കെയാണ് കേൾക്കണം. എന്തായാലും 18-ാം തീയതി ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 വേറെ ലെവലിൽ വയ്ക്കുന്നതാണ് പറയുന്നത്. അതിൽ വെച്ചിരിക്കുന്ന അഡ്രീനോ 830 GPU. അതിൽ മറ്റേ ഗ്രാഫിക് ഇൻ്റർപൊളേഷനൊക്കെ നടക്കുന്നു. എൻ്റെ പൊന്നു, അതായത് DLSS ഒക്കെ ഫ്രെയിം റേറ്റ് കൂട്ടണ പരിപാടിയൊക്കെ വരുമെന്നൊക്കെയാണ് പറയണത്. എന്തിനാണോ എന്തോ. ഇടേ 120 FPS നിങ്ങൾ മറ്റേതൊക്കെ കളിക്ക് സെറ്റാക്കടേ. ഏത് BGMI ഒക്കെ അതൊക്കെ മതി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ ഫോണിൽ ഈ ഒരു ഗ്രാഫിക്സ് ടെക്നോളജി വന്നിട്ട് കാര്യമില്ല. ഇമ്പോസിബിൾ അല്ല. നമുക്കൊരു സുഖം കിട്ടൂലടേ. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു അൺചാർട്ടഡ് പോലത്തെ ഒരു ഗെയിമൊക്കെ ഓക്കെ, നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് കളിക്കണമെങ്കിൽ ഓക്കെ. അതല്ലാതെ ദർ ഈസ് നോ ലൈക്ക് അങ്ങനെ വെച്ച് എനിക്ക് താല്പര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് താല്പര്യം കാണുമായിരിക്കും. എന്തായാലും സ്നാപ്ഡ്രാഗൺ 8 Gen 4 വേറെ ലെവലായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 8 Gen 3-ലും 8s Gen 3-ലും വിത്ത് ഫേംവെയർ അപ്ഡേഷൻ ഈ ഫ്രെയിം ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ അങ്ങനെ വരുമെന്നാണ്. അപ്ഡേറ്റ് വരുമെന്ന് 8 Gen 3-ലും 8s Gen 3-ലും. എന്തിനാണെങ്കിലും കൊള്ളാം. വെൽ ഡൺ സ്നാപ്ഡ്രാഗൺ, വെൽ ഡൺ. അതേപോലെ അങ്ങ് ചൈനയിൽ ജൂലൈ 12-ാം തീയതി നമ്മുടെ ഓണറിൻ്റെ ഒരു സീരീസ് വരുന്നുണ്ട്, ഒരു ലോഞ്ച്. അതിൽ മറ്റേ തുറക്കണേ മടക്കണേ ഓണറിൻ്റെ ഒരു ഫോണുണ്ട് V2 എന്ന്. അതിൻ്റെ V3 വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ചാണ് വരുന്നത്. പിന്നെ അവരെ ഒരു ടാബ്ലറ്റ് വരുന്നുണ്ട്, അതിന് ഒരു ലാപ്ടോപ്പ് വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദുബായിലും ഈ സാധനം വരുന്നതായിരിക്കും. ദുബായിലെ കേസ് പറഞ്ഞപ്പോഴാണ് ദുബായ് പീപ്പിൾ ആമസോണിൻ്റെ സെയിൽ വരാൻ പോവുകയാണ് ജൂലൈ 16 തൊട്ട് 21-ാം തീയതി വരെ ആമസോൺ UAE-ൽ ഓഫറുകൾ വരെയാണ് ഗൈസ്. എടേ സത്യം പറയാമല്ലോ, നമ്മളെ നാട്ടിലെ കൂതറ ആമസോൺ പോലെ അല്ലടേ. ഇവിടെ ഈ നമ്മൾ ഓഫ്ലൈനിൽ പോയി നോക്കുന്ന സാധനങ്ങളൊക്കെ ആക്ച്വലി ആമസോണിൽ വില കുറവാണ്ടായി. സത്യം കേട്ടോ. ഇങ്ങനെയൊക്കെ വേണം ആമസോൺ റൺ ചെയ്യാൻ. അല്ലാതെ മുത്താപ്പൻ്റെ അമ്മുമ്മേരെ മറ്റേ കാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ നിൻ്റെ സ്വഭാവം. ഞാൻ രാവിലെ ആയിട്ട് നല്ല ഭാഷ പറയണില്ല. അതല്ല കേട്ടാ, അതല്ല ഓഫറും ഡീലും. നമുക്ക് ആക്ച്വലി ഒരു ഡിസ്കൗണ്ട് തരണോടെ. അതിനെയാണ് നമ്മളൊക്കെ മലയാളത്തിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ ഒരു ഫ്ലൈറ്റ് എടുത്ത് ദുബായ് വന്നിട്ട് ആമസോണൊക്കെ നോക്കണം. ഇങ്ങനെയാണല്ലേ ഓഫറുകൾ കൊടുക്കാനുള്ളതെന്ന് കാണണം കേട്ടോ. അമ്മമാർ മറ്റവൻ്റെ മൂത്താപ്പേരെ ബാങ്കിൻ്റെ കോപ്പുണ്ടെങ്കിൽ അവനൊക്കെ. എന്താണെങ്കിലും ദുബായ് പീപ്പിൾ ജൂലൈ 16 തൊട്ട് 21-ാം തീയതി വരെ ആമസോൺ സെയിലാണ്. പ്ലീസ് യൂട്ടിലൈസ്. ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഹെൽമെറ്റിൽ ഇൻഡിക്കേറ്റർ നമുക്ക് നമ്മുടെ മറ്റേ വയ ബ്ലൂടൂത്ത് ആണെന്നാണ്. നമുക്ക് നമ്മുടെ ബൈക്കുമായിട്ട് ഇത് സിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നതനുസരിച്ച് തലയിലിരിക്കുന്ന ഹെൽമെറ്റിലും കത്തും. എന്തിനാണ് ടെക്നോളജി എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തിനാണെങ്കിലും സാധനം കണ്ടപ്പം നല്ല മജയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതേപോലെ വേറൊരു മജയൊരു സാധനവും കൂടെ ഞാൻ ഈ ട്വിറ്ററിൽ കണ്ടായിരുന്നു. ഒരു തോക്കട വെള്ളം ചീറ്റണ തോക്കാണ്. പക്ഷെ നിപ്പിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വെടിവെക്കാനൊക്കെ വെള്ളമാണ് കേട്ടോ പോകണം. അല്ല ആരും പേടിക്കുകയൊന്നും വേണ്ട. വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് അറ്റത്തൊരു ലൈറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് പച്ചാന്ന് പറഞ്ഞ് പടപടയാന്ന് അടിക്കുക. ഹോളി സമയത്തൊക്കെ നല്ല രീതിയിൽ കൊത്തച്ച് വിടാം എല്ലായിടത്തിനും. എന്തിനാണെങ്കിലും പുളപ്പ സാധനമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഗൈസ്. അതുപോലെ കേബിൾ മാറ്റേഴ്സ് തണ്ടർബോൾട്ട് 5 ഇറക്കിയിരിക്കുകയാണ്. 80 Gbps സ്പീഡ് വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വയറാണ് ഗൈസ് ഇത്. ഇതിൽ നമുക്ക് 4K-ൽ 4K 570 Hz എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്ന്. ഇപ്പോഴായിട്ട് എന്തോന്ന് ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഈ 500 Hz റിഫ്രഷ് റേറ്റുള്ള അത് കണക്ട് ചെയ്യുക ഈ വയർ വേണമെന്നാണ് അവർ പറയണത്. എന്തിനാണെങ്കിലും വന്നിട്ടുണ്ട്. നല്ല വിലയായിരിക്കും. കേബിളിൻ്റെ വില ആക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകും. എന്തിനാണെങ്കിലും ആ കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടവർക്ക് പോയി മേടിക്കാം കേട്ടോ. കേബിൾ മാറ്റേഴ്സ് എന്നുള്ള കമ്പനിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരും. പിന്നെ നമ്മുടെ S25 Ultra ഷാർപ്പ് എഡ്ജസ് ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര കംപ്ലൈൻറ്റാണ്. നമ്മൾ കുറേ നേരം ഫോൺ കൈ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കുഴി വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ അതിനെ കർവ് ആക്കാൻ പോകണമെന്നൊരു റൂമറാണ്. എനിക്ക് അറിഞ്ഞിട്ടായിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും. എന്തിനാണെങ്കിലും മറ്റേ ഷാർപ്പാക്കാതെ അതിനൊന്ന് വട്ടത്തിലിങ്ങനെ കർവ് ചെയ്ത് വിടാനുള്ളൊരു പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ റൂമറാണ് കേട്ടോ. കട്ട റൂമർ വരുമ്പോൾ നമുക്കൊക്കെ കാണാം എന്തിനാണ് അവസ്ഥയെന്ന്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ന്യൂസ്. ഇത് ഈ കാണുന്ന വീഡിയോ ആണ് നമ്മുടെ പിക്സലിൻ്റെ 9. ഓക്കെ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിങ്ക് കളറാണ്. കുറച്ചൊക്കെ ഒരു വ്യത്യാസം തോന്നണുണ്ട്. മറ്റേ അമ്മമാരെ പോലെ അല്ല, ആപ്പിളിനെ പോലെ മറ്റേ ഒരേ ഡിസൈൻ തന്നെ. സൂപ്പറാണ്. ക്യാമറ
എന്നൊക്കെ പറഞ്ഞ ആ പരിപാടിയല്ല. എന്തൊക്കെയോ ഒരു ചെറിയൊരു മാറ്റം എങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങ് അൽജീരിയ ഏതോ സ്ഥലത്താണ് കേട്ടോ. അത് അമ്മമാർക്ക് സാധനം നേരത്തെ കിട്ടിയെന്നറിയാം. ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് എന്നറിയോ, ഓഗസ്റ്റ് 13 ഈ സാധനം ശരിക്കും റിലീസാകാൻ പോണത്. പക്ഷേ അൽജീരിയക്കാരൻ എവിടെന്നോ കിട്ടി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ അണ്ണ ഒരു ഫണ്ട് എനിക്ക് തരുമെന്ന്. മിക്കവാറും എന്നെയും കൂടെ വില പറയും. വേണ്ട, എന്തിനാണെങ്കിലും 13 ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. 3 ഫോണുകൾ ഇറങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. 9 Pro, 9 Pro XL, ഈ 3 ഫോണുകൾ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. ഡിസ്പ്ലേ ടെക്നോളജിയൊക്കെ വേറെ ലെവലാണെന്നാണ് കേട്ടത്. അതായത് സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് പുതുപുത്തനായിട്ടുള്ള ഡിസ്പ്ലേ ആണ് വെച്ചേക്കണമെന്നാണ് പറയുന്നത്. സാംസങ് നല്ല കാശ് കൊടുത്തിട്ടോ ഇത് മേടിച്ച് വെച്ചോ മോനെ, നല്ല രസമായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തിനാണെങ്കിൽ നമുക്ക് കണ്ടറിയാതെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ആൻഡ് സീയിങ് മൈ ഫേസ് ആൻഡ് ദ മോന്ത ആൻഡ് ദ ന്യൂസ് ഓഫ് ദ ഇന്ത്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. ആൻഡ് എന്താണെങ്കിലും എല്ലാവർക്കും എനിക്കൊരു ശുഭദിനം ആശംസിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 ഉപദേശങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റേ വളരെ മാന്യമായിട്ട് കമൻറ്റ് ചെയ്യാൻ പഠിക്കുകയായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഓരോരോ പിള്ളേരൊക്കെ മാനസികമായി തളർന്ന് അവരൊക്കെ കടുങ്കൈ വരെ ചെയ്യുന്ന ലെവലിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചൊക്കെ ഒന്ന് സൈബർ ബുള്ളിങ് ഒന്ന് നിർത്തുക. പിന്നെ ഡാർക്ക് ഹ്യൂമറിൻ്റെ പേരിൽ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഊക്കണയും കളിയാക്കണയും പരിപാടി ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫാദർ സ്വഭാവമാണ്. അത് അതിൻ്റെ മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ. അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതൊക്കെ വെറുതെ അവരെ ആക്കിയിട്ട് ഇത് ഡാർക്ക് ഹ്യൂമർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എന്ത് മനുഷ്യരാടാ നീയൊക്കെ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ലോകത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറയും നമുക്കൊക്കെ പറയാനേ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദ ഡേ അത് ആൾക്കാർ വേണം ഏറ്റെടുക്കണം, എന്നാൽ എനിക്ക് നന്നാവണമെന്ന്. അങ്ങനെ ആരും ആവാറില്ല. നമ്മൾ ഈ പറഞ്ഞാലും ശരി, നീ പോടാവില്ല, നീ ആടാ എന്നെ ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ട് 10 ചീത്ത എന്നെയും വിളിക്കും. ഇനി വരാൻ പോകുന്നവരെ ചീത്തയും വിളിക്കും. അവരെയൊക്കെ പറയണയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലോകത്തിലോട്ട് വരുന്നത്, അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കരുത്. രണ്ടാമത്തെ കാര്യം, കണ്ടു കഴിഞ്ഞാലും അത് സഹിക്കാനുള്ള ഒരു സഹനശക്തി ഉണ്ടാക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യവന്മാരെയൊക്കെ വീട്ടിൽ പോയിട്ട് അടി കൊടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒരെണ്ണം കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടെക്നോളജി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ടെക്നോളജിയും ഇല്ല. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ സഹനശക്തി വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ പറയില്ല, നിങ്ങൾ സാധനം വിടുക. നിങ്ങൾ പ്രൈവറ്റായിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിൽ ചെയ്യുക. പബ്ലിക്കിലോട്ട് വിടുന്ന സമയത്ത് അവർ വന്ന് കമൻറ്റ് ചെയ്യും. വളരെ നല്ല രീതിയിൽ വിമർശിക്കുന്നതിനൊക്കെ എല്ലാവരും ഓക്കെയാണ്. പക്ഷേ നമ്മളെയൊക്കെ വന്നിരുന്ന് വളരെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ്റെ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആരെന്ന് പറയാം, അഖിൽ NRDയുടെ ഇതിൽ വന്നതാണ് കമൻറ്റ് ബോക്സിൽ. ഞാൻ പോയി ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരുത്തൻ പറഞ്ഞു, ഞാൻ അവൻ്റെ അത് എങ്ങനെ ഫേക്ക് പ്രൊഫൈലാണ് എന്തിനാണെങ്കിലും, പക്ഷെ അവനാ പറഞ്ഞ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് കമൻസ്. അത് കാണിച്ചു തന്നിട്ട് കണ്ട അവ എഴുതിയിരിക്കണം. കണ്ട ചവച്ച് സംസാരമായിട്ട് ഷസാം, പിന്നെ POOO. ഞാൻ പറയുന്ന തിരുവനന്തപുരം സ്ലാങ്ങിനെയാണ് അവനായി പറഞ്ഞത്. എന്നാൽ ആലോചിച്ച് നോക്കിയാൽ അവന് നല്ല പൂര തെറി അവന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ വേറൊന്നും പിന്നെ പറഞ്ഞില്ല. ഇങ്ങനത്തെ ഉള്ളവന്മാരാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉള്ളത്. അപ്പം ഞാൻ പറയും ഇതൊക്കെ എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാലേ ഞാൻ തള്ളക്കി വിളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വിടും. അതുകൊണ്ട് എനിക്കിതാണ് പറയുന്നത്, ഇങ്ങനത്തെ ഉള്ളവന്മാരാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ളത്. അവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റൂല. അമ്മമാർക്ക് നട്ടലില്ല. നമ്മളെ മുഖത്ത് നോക്കി ഇത് പറയാം. അവനറിയാം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് വരും, പ്രഖ്യാഖ്യാതം വരും. അവന് അത് സഹിക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല. വല്ല ചിലപ്പോൾ കൊച്ചു ഇറങ്ങനുമായിരിക്കും, ഒന്നും പറയാം. എന്താണ് ഇതൊക്കെയാണ് അവൻ്റെ പാരൻസാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ വളർത്തു ദോഷമെന്ന് പറയും. അതാണ് റിയാലിറ്റി, ഹാർഷ് റിയാലിറ്റി. അപ്പോൾ ഇങ്ങനെ ഉള്ളവന്മാരാണ് ഉള്ളത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പരിപാടിയിലോട്ട് വരേണ്ടത് എന്നാണ് എനിക്ക് അവസാനം പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ, ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.